ഹലോ ഫ്രണ്ട്സ്, ടെക് മ്യൂസിക് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 10ാം ക്ലാസ്സിലെ ICT ടെക്സ്റ്റ് ബുക്കിലെ ഇങ്ക്സ്കേപ്പ് എന്ന ആക്ടിവിറ്റിയുടെ ഫസ്റ്റ് പാർട്ട് ആദ്യം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണ് ഇന്ന് ഞാൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. ആ ഒരു സെക്കൻഡ് പാർട്ടിൽ സേ നോ ടു വാർ ഓഗസ്റ്റ് 6 ഹിരോഷിമ ഡേ എന്ന വർക്കിന് ശേഷം അതിൻ്റെ തൊട്ടു മുകളിലായി ഒരു സർക്കിളും അതുപോലെ തന്നെ ആ സർക്കിളിൻ്റെ സെൻറ്ററിലായി ഒരു ഡോവും ഒലീവ് ലീവ്സും. ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ നമുക്ക് നോക്കാം ആദ്യമായി എങ്ങനെയാണ് ഒരു ഡോവിനെ നമ്മുടെ ഇങ്ക്സ്കേപ്പിലേക്ക് കൊണ്ടുവരുന്നത് എന്ന്. ഫയൽ മെനുവിൽ നിന്നും ഓപ്പൺ ബട്ടൺ പ്രസ് ചെയ്തതിന് ശേഷം ഹോമിൽ നിന്നും സ്കൂൾ റിസോഴ്സസ് എന്ന ഫോൾഡറിൽ ഡോവ് എന്ന ഫയലുണ്ട്, അത് ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ dov.svg ഇങ്ക്സ്കേപ്പ് എന്നൊരു ഫയൽ ഓപ്പൺ ആയിട്ട് വരും. അതിനുശേഷം ഈ ഡോവിനെ നിങ്ങൾ സെലക്ട് ചെയ്യുക. ഡോവിനെ സെലക്ട് ചെയ്യാതെ കോപ്പി ചെയ്യാൻ വേണ്ടി പാടില്ല. അപ്പോൾ ഡോവിനെ സെലക്ട് ചെയ്യുക, മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കോപ്പി ബട്ടൺ പ്രസ് ചെയ്യുക. അതിനുശേഷം ഈ വിൻഡോ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇങ്ക്സ്കേപ്പിൻ്റെ ക്യാൻവാസ് വിൻഡോ കിട്ടും. അവിടെ ഞങ്ങൾ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കിവിടെ ഡോവിനെ കാണാൻ വേണ്ടി പറ്റും. ഇനി നമുക്ക് അടുത്തതായി ചെയ്യേണ്ടത് ഈ ഡോവിനെ ഒലീവ് ലീവ്സ് എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഒലീവ് ലീവ്സ് ഡ്രോ ചെയ്യുന്നതിന് വേണ്ടി ആദ്യമായി ഞങ്ങൾ യൂസ് ചെയ്യേണ്ട ടൂള് ബെസിയർ കേർവ് ടൂളാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഡ്രോ ബെസിയർ കേർവ്സ് ആൻഡ് സ്ട്രെയിറ്റ് ലൈൻസ്. ഈ ഒരു ടൂള് ക്ലിക്ക് ചെയ്തതിന് ശേഷം മൗസ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് വരക്കാം. ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നുകിൽ എൻ്റർ കീ പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എഡിറ്റ് പാത്ത് ബൈ നോഡ് ടൂൾ സെലക്ട് ചെയ്ത് ഇതിനെ ലീവ്സിൻ്റെ സ്റ്റെമ്മ് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഡ്രാഗ് ചെയ്യുക. നമുക്ക് എവിടെയാണോ ഡ്രാഗ് ചെയ്യേണ്ടത് അത് ജസ്റ്റ് നോഡ് ടൂൾ യൂസ് ചെയ്തുകൊണ്ട് ഡ്രാഗ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ സ്ട്രോക്ക് നിങ്ങൾക്ക് കൂട്ടണമെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഇവിടെയുള്ള ഓബ്ജക്റ്റ് മെനുവിൽ നിന്നും ഫിൽ ആൻഡ് സ്ട്രോക്ക് സെലക്ട് ചെയ്തതിന് ശേഷം സ്ട്രോക്ക് സ്റ്റൈൽ എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ സ്ട്രോക്കിൻ്റെ വിഡ്ത്ത് 2.5 എൻ്റർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെയുള്ള നമ്മുടെ ഒലീവ് ലീവ്സിൻ്റെ സ്റ്റെമ്മിൻ്റെ വിഡ്ത്ത് കൂടിയതായി കാണാൻ വേണ്ടി പറ്റും. ഇനി ഇതിന് ഏത് കളറാണോ നിങ്ങൾക്ക് സെറ്റ് ചെയ്യേണ്ടത് ആ ഒരു കളർ ഇവിടെ നിന്നും സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ അപ്പോൾ ഇതിന് ഏത് കളറാണോ സെലക്ട് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ഞങ്ങൾ ഇവിടെ നിന്നും ഗ്രീൻ കളർ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഫില്ലായിട്ടാണ് ഗ്രീൻ കളർ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഫിൽ കളർ യൂസ് ചെയ്തതിന് ശേഷം ഇവിടെ നിന്നും ഇൻറ്റു പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫിൽ കളർ പോയിട്ടുണ്ട്. അപ്പോൾ സ്ട്രോക്ക് കളർ മാത്രമാണ് നമുക്കിവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ സെലക്ട് ചെയ്യുക, സ്ട്രോക്ക് പെയിൻറ് എന്നിടത്ത് ഗ്രീൻ കളർ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഗ്രീൻ കളർ സ്റ്റെമ്മ് വന്നിട്ടുണ്ട്. ഓക്കെ, അടുത്തതായി നമുക്ക് ഈ ഒരു ഡോവിന് ഇവിടെ സ്ട്രോക്ക് കളറ് ബ്ലാക്ക് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ളത് ഡോവിനെ വൈറ്റ് കളറാക്കാൻ വേണ്ടി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ഡോവിന് നമ്മൾ ഇവിടെ കൊണ്ടുവച്ചതിന് ശേഷം ആദ്യം ചെയ്യേണ്ടത് സെലക്ട് ചെയ്തതിന് ശേഷം ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തുകൊണ്ട് വൈറ്റ് കളർ കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഡോവ് വൈറ്റ് കളറായി മാറിയിട്ടുണ്ട്. ഇനി അടുത്തതായി നമുക്ക് എങ്ങനെ ഒരു ലീഫ് സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. അതിനുവേണ്ടി ടൂൾ ബോക്സിലുള്ള തേർഡ് ടൂളായ ക്രിയേറ്റ് സർക്കിൾ എലിപ്സിസ് ആൻഡ് ആർക്ക് എന്ന ടൂൾ ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് വരക്കാം. വരച്ചതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും നമ്മുടെ
സ്ട്രോക്ക് കളർ വന്നതായി കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, സ്ട്രോക്ക് പെയിൻറ്റ് യൂസ് ചെയ്ത് സ്ട്രോക്ക് കളറിനെ നമ്മൾ റിമൂവ് ചെയ്ത് കൊടുക്കും. ഇനി അടുത്തതായി ഈ ഒരു സർക്കിളിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. ഡ്യൂപ്ലിക്കേറ്റ്, എഡിറ്റ് മെനുവിലെ ഡ്യൂപ്ലിക്കേറ്റ് പ്രസ് ചെയ്യുമ്പോൾ രണ്ടാമതൊരു സർക്കിൾ കൂടി അതിൻ്റെ മേലെ വന്നിട്ടുണ്ട്. നിങ്ങൾ അതിന് മറ്റൊരു കളർ അപ്ലൈ ചെയ്യുക. അതിനുശേഷം സെലക്ഷൻ ടൂൾ എടുത്ത് ജസ്റ്റ് നമ്മൾ അതിനെ ഡ്രാഗ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും മിഡിലായിട്ട് നമ്മുടെ ലീഫിൻ്റെ ഒരു ഷേപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് സെലക്ഷൻ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഈ രണ്ട് സർക്കിളിനെയും സെലക്ട് ചെയ്യുക. എന്നിട്ട് പാത്ത് മെനുവിൽ നിന്നും ഇൻ്റർസെക്ഷൻ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ലീഫിൻ്റെ ഒരു ഫോം ഇവിടെ വന്നിട്ടുണ്ട്. ഈ ഒരു ലീഫിനെ റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ ഒന്നുകൂടി ഇതിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ലീഫിനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ഈ ഒരു ലീഫിനെ സൈസ് ചെറുതാക്കാൻ വേണ്ടി ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുക. ഇനി ഇത് എവിടെയാണോ വേണ്ടത് നമ്മൾ പ്ലേസ് ചെയ്യുക. അടുത്തതായി നമ്മൾ ഈ ഒരു ലീഫിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. എഡിറ്റ് മെനുവിൽ നിന്നും ഡ്യൂപ്ലിക്കേറ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഈ ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത ഈ ഒരു ലീഫിനെ തൊട്ട് താഴെ കൊണ്ടുവെക്കുക. ഇതിന് ഞാൻ പറഞ്ഞിട്ടുണ്ട് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി ഒന്നുകൂടി ലീഫിൽ ക്ലിക്ക് ചെയ്യുന്നു, ഡ്രാഗ് ചെയ്യുന്നു. സൈസ് ചെറുതാക്കാൻ വേണ്ടി ജസ്റ്റ് ഡ്രാഗ് ചെയ്യുക. വീണ്ടും ഡ്യൂപ്ലിക്കേറ്റ് യൂസ് ചെയ്യുക. Again click, rotate. വീണ്ടും എഡിറ്റ് മെനു ഡ്യൂപ്ലിക്കേറ്റ്. ഡ്യൂപ്ലിക്കേറ്റ് again press. ഇപ്പോൾ ഞങ്ങൾ ലീഫ് വരച്ചു കഴിഞ്ഞു. ഇനി എന്താണ് ചെയ്യേണ്ടത്, ഇതിനെ ഞങ്ങൾ ഗ്രൂപ്പ് ചെയ്യുക. സെലക്ട് ഓൾ, ദെൻ ഓബ്ജക്റ്റ് മെനുവിൽ നിന്നും ഗ്രൂപ്പ് ഓപ്ഷൻ. അപ്പോൾ നമ്മുടെ ലീഫ് ഇവിടെ ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രാഗ് ചെയ്ത് ചെറുതാക്കാനും സൈസൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി അടുത്തതായി ചെയ്യേണ്ടത് സർക്കിൾ എങ്ങനെ ഫോം ചെയ്യാമെന്നാണ്. നമ്മുടെ ഡോവിനെ സർക്കിളിൻ്റെ ഉള്ളിലാണ് പ്ലേസ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി സർക്കിൾ ടൂൾ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് വരക്കുക. അതിന് റെഡ് കളർ കൊടുക്കുക. അതിനുശേഷം റൈറ്റ് ക്ലിക്ക്, ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. ഡ്യൂപ്ലിക്കേറ്റ് എടുത്തതിന് ശേഷം ഇതിനെ സെലക്ഷൻ ടൂൾ യൂസ് ചെയ്തുകൊണ്ട് ഡ്രാഗ് ചെയ്യാം. അഗെയിൻ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. കളർ ചേഞ്ച് ആക്കി കൊടുക്കുക. കൺട്രോൾ കീ പ്രസ് ചെയ്തുകൊണ്ട് ഡ്രാഗ് ചെയ്യുക. വീണ്ടും ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ സർക്കിൾ സെറ്റ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മുടെ ഡോവിനെ നമ്മൾ ഇവിടെ കൊണ്ടുവെക്കണം. അപ്പോൾ ഇവിടെ കൊണ്ടുവെക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഡോവ് ഈ സർക്കിളിൻ്റെ ബാക്ക് സൈഡിലാണുള്ളത്. അതിനെ മുന്നിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി ഓബ്ജക്റ്റ് മെനുവിൽ നിന്നും റേസ് ടു ടോപ്പ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഡോവ് മേലെ വന്നിട്ടുണ്ട്. ഇനി ഈ ഡോവിൻ്റെ നമുക്ക് ഫ്ലിപ്പ് ഹൊറിസോണ്ടൽ യൂസ് ചെയ്തുകൊണ്ട് സൈഡ് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇനി അതിനുശേഷം ഈ ലീഫ് ഒന്നുകൂടി നമുക്ക് വേണമെങ്കിൽ ചെറുതാക്കിയിട്ട് ഈ ഡോമിൻ്റെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി അടുത്തത്
ഈ ലീഫിനെ ഒന്നുകൂടി ക്ലിക്ക് ചെയ്ത് ഓബ്ജക്റ്റ് മെനുവിൽ നിന്നും റേസ് ടു ടോപ്പ് എന്ന ഓപ്ഷൻ കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഡിസൈൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ എല്ലാം തന്നെ സെലക്ട് ചെയ്ത് സെലക്ട് ഓൾ ചെയ്തതിന് ശേഷം ഓബ്ജക്റ്റ് മെനുവിൽ നിന്നും ഗ്രൂപ്പ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ ഒരു ഡിസൈൻ ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിവിടെ പ്ലേസ് ചെയ്ത് കൊടുക്കാം. കൺട്രോൾ കീ പ്രസ് ചെയ്തുകൊണ്ട് സൈസ് ചെറുതാക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു വർക്ക് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഫയൽ മെനുവിൽ നിന്നും എക്സ്പോർട്ട് PNG ഇമേജ് എന്നത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും എക്സ്പോർട്ട് PNG ഇമേജിൻ്റെ ഒരു ബോക്സ് വന്നിട്ടുണ്ട്. അവിടെ ഫയൽ നെയിം എന്താണോ കൊടുക്കേണ്ടത് അവിടെ നമ്മൾ സെറ്റ് ചെയ്യുക. അതിനുശേഷം ഇവിടെ നിന്നും എക്സ്പോർട്ട് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു ക്യാൻവാസിലുള്ള പോസ്റ്റർ എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ ഫ്രണ്ട്സ്, നമ്മുടെ ഈ ഒരു പോസ്റ്റർ ഡിസൈൻ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യണം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടാവുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ അതിനുള്ള റിപ്ലൈ തരുന്നതാണ്. ഓക്കെ, ബൈ.